KSUവിൽ കൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ ഈ കോളേജുകളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ SFI KSU അങ്ങനെ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ? SFI KSU സംഘർഷത്തിൻ്റെ ഒരുപാട് എവിഡൻസ് ഇപ്പോഴും നമ്മുടെ ശരീരത്തിലുള്ള ഒരാളാണ്. പക്ഷെ അതേസമയം തന്നെ ഈ സംഘർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കോളേജിൽ നിന്ന് അടി കഴിഞ്ഞു, പോലീസ് വന്നു, ഒന്നുകിൽ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ വീണ്ടും ഒരുമിച്ചാണ്, അതല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കഴിഞ്ഞ് പിന്നെ വലിയ സൗഹൃദത്തിലേക്ക് പോകുന്ന ആളാണ്. ഇപ്പോൾ എനിക്ക് അവസാനം ഉണ്ടായൊരു സംഭവം 2017 ലോ കോളേജിൽ കോഴ്സ് കഴിയുന്നതിൻ്റെ അവസാന സമയത്ത് KSU SFI തമ്മിൽ വലിയ സംഘർഷം ഉണ്ടായി. എനിക്ക് അതിഭീകരമായ രീതിയിൽ പരിക്ക് പറ്റി. എനിക്ക് തലയ്ക്കൊക്കെ ഒരുപാട് മുറിവും ചെവിക്കൊക്കെ ഒരുപാട് പ്രശ്നം, ചെവിയൊക്കെ ചെറുതായിട്ട് കീറുന്ന പോലെ ആണി കൊണ്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പോൾ അത് ഭീകരമായ അടിയാണ് നടന്നത്. അപ്പോൾ അതിൽ പോലും പുറത്തുള്ള ആളുകളെല്ലാം തന്നെ അതിനെ കാണുമ്പോഴും നമ്മളതിനൊക്കെ ആ ഒരു മൊമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ വഴിയിൽ വീണാൽ നമുക്ക് പരിക്ക് പറ്റുന്ന പോലെ ഒരു ലാഘവബോധ്യോട് കൂടിയിട്ടാണ് ഇതൊക്കെ കണ്ടു പോകാറുള്ളത്. അപ്പോൾ ഞാൻ അന്നത്തെ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ഒരു ക്ലാസ്സിലിരിക്കുന്നു, മറ്റൊരു ക്ലാസ്സിൽ അടി കിടക്കുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും മഹേഷും കൂടിയാണ് പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഓടുന്നതിനിടയിൽ എന്നോട് മഹേഷ് പറയുന്നുണ്ട്, നമുക്ക് വടിയെടുത്തിട്ട് പോയാൽ മതി. അപ്പോൾ വടിയെടുക്കാനൊക്കെ പോകുമ്പോഴേക്കും സമയമെടുക്കും, നീ വേഗം വന്ന് പറഞ്ഞ് ഞാൻ മുകളിലേക്ക് പോകുന്നു. പിന്നെ ഞാൻ മഹേഷിനെ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് ആശുപത്രിയിൽ വെച്ചിട്ട് പിന്നെ വലിയ സംഘർഷമൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം ആശുപത്രിയിൽ വെച്ചിട്ടാണ് പിന്നെ കാണുന്നത്. അപ്പോൾ കാണുന്ന സമയത്ത് ഇപ്പോൾ മഹേഷ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ ധാരണ ഇവരൊക്കെ ഭീകരമായി അടിപറ്റി നിൽക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചു വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ചോദിക്കേണ്ട, മഹേഷ് എന്ത് പറ്റി നിൽക്കാം? മഹേഷ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. നീ എവിടെ പോയി? ഞാൻ വടിയെടുക്കാൻ വേണ്ടി പോയി. വടിയെടുക്കാൻ എവിടെ പോയെന്ന് വെച്ചാൽ പറഞ്ഞു ഹോസ്റ്റലായിരുന്നു. 1.5 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റലും കോളേജും തമ്മിൽ. അപ്പോൾ ഒരു സ്പോട്ടിലടിയിൽ പുള്ളി പെട്ടെന്ന് ആത്മാർത്ഥമായിട്ട് അവിടെ പോയി വടിയെടുത്തു. പുള്ളി കൂട്ടാവുന്ന ആളൊക്കെ കൂട്ടി തിരിച്ചു വന്നു. പക്ഷേ അപ്പോഴേക്കും എൻ്റെ പരിപാടി കഴിഞ്ഞു പോയി. അങ്ങനെ നിൽക്കുന്ന അത് ആ സമയത്തൊക്കെ തന്നെ നിൽക്കുക അതൊരു തമാശയുടെ പങ്കെടുപ്പൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു പോവാണ്. പിന്നെ ഒരു വട്ടം ജൂണിൽ മുതൽ തുടങ്ങി ഏതാണ്ട് മാർച്ച് വരെ ആകുമ്പോൾ ഏതാണ്ട് ഒരു 90 ദിവസം ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി. അപ്പോൾ ആദ്യ വട്ടം SFI പോലീസായിട്ടൊരു മാർച്ചിനിടയിൽ ലാത്തിച്ചാർജ്, അതിൻ്റെ പരിക്ക് പറ്റി ആശുപത്രിയിലായിരുന്നു ഇറങ്ങി. 2 ആഴ്ച എനിക്ക് SFI ആയിട്ടൊരു സംഘർഷം, അതിൻ്റെ പരിക്ക് പറ്റി മെഡിക്കൽ കോളേജിലായി ഇറങ്ങി. അപ്പോൾ അത് ആദ്യത്തെ അടിയിൽ അങ്ങടാണ്. അപ്പോൾ രണ്ടാമത്തെ സ്വാഭാവികമായിട്ട് തിരിച്ചുണ്ടാവുമല്ലോ. അപ്പോൾ വീണ്ടും ഇറങ്ങി വീണ്ടും തിരിച്ചായി. അപ്പോൾ അതിൻ്റെ പരിക്ക് അത് കഴിഞ്ഞ് ഇറങ്ങി 4 കഴിഞ്ഞ് 5ാമത്തെ തവണയാണ് ഈ വലിയ സംഘർഷം ഉണ്ടായിട്ട് ആശുപത്രിയിലാവുന്നത്. അപ്പോൾ ആ സമയത്ത് ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ തന്നെ മഹേഷ് എല്ലാവരും ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു ആൽവിൻ എന്ന് പറയുന്ന സുഹൃത്ത്, എനിക്ക് ഓർമ്മ വന്ന് നിൽക്കുന്ന സമയത്ത് ടീച്ചർമാർ ഉൾപ്പെടെയൊക്കെ എല്ലാവരും വന്ന് നിൽക്കുക. അപ്പോൾ ആ സമയത്ത് പുള്ളി ട്രോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ കിലിക്കത്തിലെ ജഗതി ചോദിക്കുന്നു മിസൈൽ വല്ലതും ഉണ്ടോ എന്ന്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓർമ്മ വരുന്ന സമയത്ത് കുറേ ആയല്ലോ. അപ്പോൾ നഴ്സ് വന്നിരിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ ട്രോളിനാക്കിയിട്ട് നഴ്സിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എന്നെയും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മൾ തലയ്ക്ക് 8-10 സ്റ്റിച്ച്, ചെവിയിലൂടെ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് കിടക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടമൊക്കെയാണ്. പക്ഷേ പലപ്പോഴും ഇങ്ങനെ ഈ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോഴത്തെ ഒരു വൈകാരിക സ്ഫോടനത്തിലൊക്കെ അത് അവർ കൈ കിട്ടിയോണ്ടൊക്കെ എനിക്ക് തലയ്ക്ക് അടി കിട്ടുമ്പോൾ ഇരുമ്പിൻ്റെ ഒരു വടിയായിരുന്നു. ഞാനതാണ്ട് ഒരു അന്യൻ സിനിമയിലെ ഒരു മൊമെൻറ്റിലേക്ക് പോയി. പെട്ടെന്നൊരു പ്രകടനമാണ്. അപ്പോൾ ഇവരൊന്നും ഉണ്ടെങ്കിൽ ഇത് നടക്കില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സ്പോട്ടിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു പകപ്പിൽ പെട്ടെന്ന് അങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എനിക്ക് പരിക്ക് പറ്റില്ല. അവരെല്ലാം അവർക്ക് ശേഷമേ എനിക്കൊരു അടി പോലും കൊള്ളുന്ന സാധ്യത ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിങ്ങനെ ഒരു പ്രകടനം നടക്കുന്നു. അപ്പോൾ പ്രകടനത്തിൻ്റെ ഇടയിലൂടെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യ റൗണ്ടൊക്കെ ബാക്കിലേക്ക് പോയി. പിന്നെ ഏറ്റവും അവസാനം വന്ന ആളുകൾ പിന്നെ അത് ഒരു ക്ലാഷായി അടിയുണ്ടാകുന്നതിനിടയിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് വീണു പോകുന്ന സമയത്ത് ഒരാൾ പെട്ടെന്ന് എല്ലാവരും പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അപ്പം നോക്കുന്നുണ്ട്, ഇവൻ അങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ള ഒരുത്തനല്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ അവൻ പിടിച്ചു മാറ്റുന്ന അവൻ അടിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് പിടിച്ചു മാറ്റുന്നത്. ഇത് ഓങ്ങി അടിക്കണമല്ലോ. പിന്നെ എല്ലാവരും മാറ്റി കഴിഞ്ഞിട്ട് പുള്ളിക്ക് സ്ഥലം കിട്ടിയപ്പോൾ പുള്ളി ഒറ്റ അടിയാണ് തലയ്ക്ക്. അപ്പോൾ ഒരു ചെറിയ ഫ്രാക്ഷൻ സെക്കൻഡ് കേൾക്കുന്നത് പിന്നെ ഒരു മൂളക്കാണ്. അപ്പോൾ മറ്റേ ഗജനി സിനിമയിൽ സൂര്യക്കടിയിട്ട് കിടക്കുമ്പോൾ ഒരു മൂളൽ വരുന്ന പോലെയാണ്. ഞാൻ മൊത്തം ഒരു മൂളൽ കാണും. അപ്പോൾ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പോകുന്നുണ്ട്, തറയിലൊക്കെ ഇങ്ങനെ ആകുന്നുണ്ട്. ആകെ മൊത്തം മരവിപ്പാണ്. അപ്പോൾ തൊട്ടപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന് ആളുകളൊക്കെ ഇങ്ങനെ കരയുന്ന സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ എൻ്റെ ആ സമയത്തൊരു മൊമെൻറ്റിൽ എനിക്ക് തോന്നുന്ന കാര്യം, ഇപ്പം എൻ്റെ കൂടുതൽ ആൾക്കാരൊക്കെ പലവട്ടം ഡിബേറ്റ് ചെയ്തേക്കാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം, ഞാൻ നേരെ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, മരവിച്ചൊക്കെയാണല്ലോ, നേരെ കയറി അടുത്ത ക്ലാസ്സിൽ കയറി ഒരു ക്യാമ്പയിൻ നടത്താം എന്ന രീതിയിലേക്കാണ് ഞാൻ എഴുന്നേറ്റ് പോകുന്നത്. അപ്പോൾ എന്നെ ABVPയുടെയും പിന്നെ ASFൻ്റെയും 1-2 ആളുകൾ മാത്രമാണ് വന്നിട്ട്. ആ സമയത്ത് ആകെ അവരേ ഉള്ളൂ SFI അല്ലാത്തത്. അപ്പോൾ ASFൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്ന ജോയിസാണ് വന്നിട്ട് ഫസ്റ്റ് എന്നെ പിടിച്ചേൽപ്പിക്കുന്നത്. പിന്നെ ഒരു ABVPയുടെ നേതാവ് വന്നു. ഇവരെന്നെ പിടിച്ചപ്പോൾ ഞാൻ കൈ തട്ടിയിട്ട് ഞാൻ ഒന്ന് ക്യാമ്പയിൻ ചെയ്തിട്ട് വരാമെന്ന് പറയാം. അപ്പോൾ അവരിങ്ങനെ 2 വട്ടം പിടിക്കുന്നത്. പിന്നെ ലാസ്റ്റ് എന്നോട് ഇങ്ങനെ ഒരു തെറി പറഞ്ഞിട്ട് ജോയിസിനോട് പറയുന്നുണ്ട്, നീ ചാവാൻ പോവാ, നീ ഞങ്ങളുടെ കൂടെ വാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ഒന്ന് ഒരു അബദ്ധവസ്ഥയിൽ പോകുന്നു. പിന്നെ അവിടെ നിന്ന് പിന്നെ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് വേറെ ആരും ഇല്ല അവിടെ, KSUക്കാരെ ആരും അന്നത്തെ ദിവസം കോളേജിലില്ല. അപ്പോൾ ഞാനും മഹേഷും കൂടി നടന്ന് ചെയ്യുന്ന പണി എല്ലാവരും ക്ലാസ്സിൽ നിന്ന് ഇറക്കി പറഞ്ഞയച്ചു. അടിയുണ്ടാകുന്ന ദിവസം നോക്കുമ്പോൾ നമ്മളന്ന് സ്ട്രെങ്ത് കുറവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി നേരത്തെ മാറാൻ പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞയച്ചു. പിന്നെ ഞങ്ങൾ 2 ആൾ മാത്രമേ ഉള്ളൂ.
ഞങ്ങളുടെ സുഹൃത്ത് ഹരി എന്ന് പറയുന്ന സുഹൃത്തിനാണ് അപ്പുറത്തെ ക്ലാസ്സിൽ വെച്ചിട്ട് ഭീകരമായിട്ട് അടി കിട്ടുന്നത്. അപ്പോൾ ഈ എല്ലാവരും പറഞ്ഞയച്ചുകൊണ്ട് പിന്നെ വേറെ ആരും അവിടെ ഇല്ല, നമ്മളെ വന്ന് സഹായിക്കാൻ ആരുമില്ല. എന്നെ ഹൈബീഡിൻ്റെ മദറിലുമാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. പുള്ളിക്കാരത്തി നമ്മുടെ സ്റ്റുഡൻറ്റാണ്. പുള്ളിക്കാരത്തിയും വേറൊരു ഫ്രണ്ട് കൂടി, സരിത എന്ന ഫ്രണ്ട് കൂടിയാണ്. 2 സ്ത്രീകളാണ് വന്നിട്ട് ആ സമയത്ത്. വേറെ ആരും അടുക്കാൻ പോലും തയ്യാറാകുന്നില്ല. അനുപമാരൊക്കെ വടിയും കാര്യങ്ങളൊക്കെ പിടിച്ചേക്കുന്നുണ്ട്. വടിയും പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ആൾക്കാരാണല്ലോ അല്ലേ, പറയാലോ. കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഘർഷത്തിലാണ് അതൊക്കെ സംഭവിക്കുന്നത്. അതിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എഫക്റ്റ് വേറെയാണ്.